രാത്രി ഇവർ എന്ത് തേങ്ങ ചെയ്യുന്നതെന്ന് തോന്നിയെങ്കിലും പകല് കാണാൻ സംഭവം കിടുക്കിയിട്ടുണ്ട്. പിന്നെ പെൺകുട്ടീനെ ഒരുക്കുന്നതിന്റെ ധൃതിയിലായതുകൊണ്ട് അത്ര വീഡിയോ എടുക്കാൻ പറ്റിയില്ലെന്ന്. പിന്നെ നമ്മൾ കണ്ണേത് രണ്ടും രണ്ടു വശത്തേക്ക് പോകും. പിന്നെ എന്തിനാ വെറുതെ. അതുകൊണ്ട് ലാസ്റ്റ് വീഡിയോ എടുക്കുന്നിടയിൽ ഞാൻ ചുമ്മാ ഒന്ന് പോയി നിന്ന് ഹെയർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. സ്റ്റേജും കാര്യങ്ങളൊക്കെ പൊളിച്ച് ലാസ്റ്റ് ആ ഡെക്കറേഷൻ എടുത്ത് മാറ്റിയും തോന്നി. പിന്നെ ഒരു ഫോട്ടോഷൂട്ട് പോലും എടുക്കാത്ത ചേച്ചി എപ്പോഴും മേക്കപ്പിന് ടച്ചപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നാടകത്തിൽ പറയുന്ന പോലെ അപ്പോഴാണ് നമ്മുടെ നായകന്റെ എൻട്രി. ചെറുക്കനിലായിരുന്നില്ല, ചെറുക്കന്റെ പുറകിൽ വന്നവരുടെ കയ്യിലുള്ള മിഠായി കവറിലായിരുന്നു എന്റെ കണ്ണെങ്കിൽ. മനുഷ്യനല്ലേ, വിശക്കില്ലേ. പിന്നെ ഇത്ര വിശപ്പിന്റെ കാര്യമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഞാൻ കണ്ണുകൊണ്ട് പലതും സ്കാനിക്കൊണ്ടിരുന്നെങ്കിലും അതിഥി ദേവോഭവ എന്നാണല്ലോ. അതുകൊണ്ട് അവർക്ക് ഫുഡ് കൊടുത്തു, തെളിവിനായിട്ട് ഫോട്ടോ എടുത്തു. പിന്നെ എൻഗേജ്മെന്റിലെ സ്ഥിരം കലാപരിപാടിയിൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടുള്ള വിളക്കം കൊണ്ട് നമ്മളതേ കല്യാണത്തിന് നേരെ വട്ടമേശ സമയത്തിന് മുന്നിൽ നിന്നും ചർച്ചയ്ക്കൊടുവിൽ ഡേറ്റ് ഫിക്സ് ചെയ്ത് അവർ സ്റ്റേജിൽ കയറ്റി പൂവും കൊടുത്തു. പിന്നെ ഒരു ഫോട്ടോകളും പരിപാടികളും കഴിഞ്ഞപ്പോൾ കേക്ക് പോലെ ഒരുപാട് കുഞ്ഞു കേക്കുകൾ വന്നെങ്കിലും അവരൊക്കെ നിഷ്പന്നം തട്ടി മാറ്റി. പിന്നെ പുതിയ ബന്ധങ്ങൾ അങ്ങോട്ട് പരിചയപ്പെടണല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഈ വിളമ്പലും മധുരം വിളക്കലും വെജും നോൺ വെജും സെപ്പറേറ്റും അല്ലാതെ ചില്ലറ പരിപാടിയും കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ ക്ഷണിച്ചു. ഇനി നമുക്കൊരു ബിരിയാണി പാസ്സാക്കാന്നേ.